ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, അപ്പം നമ്മളുടെ എന്താ പറയുക, നമ്മുടെ മൈൻക്രാഫ്റ്റിനകത്താണ് വന്നിരിക്കുന്നത്. സോ ഗൈസ്, അപ്പം നമ്മുടെ മൈൻക്രാഫ്റ്റിനകത്ത് നമ്മൾ നേരത്തെ എപ്പിസോഡ് നമ്മൾ എവിടെ വെച്ച് ഫിനിഷ് ചെയ്തായിരുന്നു, എവിടെ വെച്ചാണ് ഞാൻ മറന്നു ഗൈസ്. അപ്പം നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് കളിക്കുന്നത്. സോ ഇതാണ് നമ്മളെ വേൾഡ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ പുതിയ പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. സോ അപ്പം നമ്മുടെ വേൾഡ് തിരിച്ചു വന്നിട്ടുണ്ട്. സോ ഗൈസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം 50 സബ്സ്ക്രൈബേഴ്സ് അടിച്ചു. ബട്ട് ഗൈസ്, നമ്മളുടെ എന്താ പറയുക, നമുക്ക് അത് ലൈവ് ഇടാൻ പറ്റുന്നില്ല. എനിക്ക് 50 സബ്സ്ക്രൈബേഴ്സ് പിന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ നോക്കട്ടെ ഗൈസ്, നമുക്ക് പറ്റുന്ന ഒരു ദിവസം നമ്മൾ പിന്നെ ലൈവ് കൊണ്ട് വരുന്നതായിരിക്കും. സോ ഓക്കെ, ഇതൊന്ന് ലോഡായി എത്തട്ടെ ഗൈസ്. സോ ഗൈസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത് കാണുന്നതിന് ലൈക്കും കൂടി ചെയ്തേക്കാം. ഓക്കെ, സോ എടാ രാവിലെ ഓക്കെ ഗൈസ്, ഈ വില്ലേജ് ഏകദേശം നശിക്കാറായിട്ടുണ്ട് കേട്ടോ. ഈ വില്ലേജ് നശിക്കാറായി എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഒത്തിരി സോംബി അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട്. സോ നമ്മൾ ഉറങ്ങാൻ ലേറ്റ് ആകുന്നതിനനുസരിച്ച് ഇങ്ങനെ പണിയെട്ടിക്കൊണ്ടേ ഇരിക്കും. നമ്മൾ പിക്കാക്സ് എന്തായാലും നമ്മളെ പണി തീരാറായിട്ടുണ്ട്. പിക്കാക്സിൻ്റെ ഗൈസ്, നമുക്ക് കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യുന്നതാണ് കേട്ടോ. ശരി, ഞാൻ വിചാരിച്ചത് ഒരു നല്ലൊരു സ്പോട്ടാണ്. ഓക്കെ എടാ, നമുക്കേ ഒരു കാര്യം ചെയ്യാം. നമുക്ക് അയൺ കിട്ടിയായിരുന്നു. ഞാൻ മറന്നു പോടാ, നമുക്ക് അയൺ കിട്ടിയായിരുന്നു കേട്ടോ. നമുക്ക് അയൺ കിട്ടിയ കഴിഞ്ഞ എപ്പിസോഡ് നമുക്ക് അയൺ കിട്ടി നമ്മൾ കാണിച്ചെന്ന് തോന്നി. യെസ്, നമ്മൾ കാണിച്ചായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അയൺ കിട്ടിയത്. നമ്മൾ അതെടുത്ത് അവിടെ കണ്ട് വെച്ചേക്കുവാണ്. പൊട്ടത്തരം കാണിക്കും. ഇപ്പം നമ്മൾ അതെടുക്കാതെ പോയതിനെ. സോ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ. നമ്മുടെ മൈൻക്രാഫ്റ്റിനൊക്കെ നല്ല വ്യൂസ് ഉണ്ട്. സോ സപ്പോർട്ട്സിനൊക്കെ താങ്ക്സ്. നമ്മൾ 50 സബ്സ്ക്രൈബേഴ്സ് അടിച്ചു. സോ അതിനെല്ലാം ഞാനിത് മണ്ടത്തരായി കാണിക്കുന്നതിന് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? എനിക്ക് ഫുഡ് ഇതിപ്പോൾ എവിടെ എടുത്ത് വെക്കും? പശുവിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഫുഡേ ഉള്ളൂ നമ്മളുടെ കാര്യം ചെയ്ത്. ഇത് ഇത്രയും കിടക്കുമ്പോഴാണ്. ഓക്കെ എടാ, ഇങ്ങനെ വെച്ചാൽ ഒരു സീൻ ഉണ്ടാവും. ഇവിടെ തന്നെ വെച്ചാൽ മതി തൽക്കാലം. ഇത് നമുക്ക് ശരിയാകത്തില്ല. ഇങ്ങനെയുള്ള ക്യാമറ ഇടുമ്പോൾ നമുക്ക് ഇച്ചിരി ഹാർഡ് ടാസ്ക് ആണ്. കാരണം ഈ ഫിംഗർ ഇതാണുണ്ടാവും. ഈ ഫിംഗർ ഇങ്ങനെ കയറി വരും. ഭയങ്കര പ്രശ്നമാണിത്. അവിടെ ഒരു കേവ് ആണോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് എന്തോ ഒരു സംഭവം അവിടെ ഉണ്ട്. പോയി നോക്കുന്നതിന് തെറ്റില്ല. എടാ, ഇതേ സ്ഥലം. ഇത് വേറെ സ്ഥലം. ഇതല്ല ഞാൻ പറഞ്ഞു, ഇതിന് മണ്ടക്കോട്ടുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മൾ ട്രയലാണ് കളിക്കുന്നത്. റിയൽ മൈൻക്രാഫ്റ്റിൻ്റെ ഫോണിൽ കയറുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ട്രയൽ എടുത്തത്. എന്താ പറ്റിയെന്നെടുത്തത് ഗൈസ്? സപ്പോർട്ട് ചെയ്യുന്നില്ല സർ, എൻ്റെ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് കുറച്ച് ബീട്രൂട്ടൊക്കെ തിന്ന്. എൻ്റെ പഞ്ഞി എത്ര സമയം എടുക്കൂടാ ഇത്? ഓക്കെ കഴിഞ്ഞു. സോ ഗൈസ്, അപ്പം നമ്മളെ കോപ്പറാണിത്. നമുക്കിതിനകത്ത് ഗോൾഡും ഡയമണ്ട് വരെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഡയമണ്ട് വരെ സാധാരണ റിയൽ മൈൻക്രാഫ്റ്റ് ഉള്ളതുപോലെ ഡയമണ്ട് വരെ കിട്ടുമെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല. ട്രയലിനകത്ത് അത്ര കാണും ഗൈസ്. കാരണം ട്രയൽ എന്ന് പറയുമ്പോൾ മൈൻക്രാഫ്റ്റ് അതേ വെർഷൻ, അതായത് അപ്ഡേറ്റ് ഒന്നും ഇതിനകത്ത് വരാൻ ചാൻസ് കുറവായിരിക്കും. അതോ ഇപ്പം നിങ്ങൾ ഇതിൻ്റെ വ്യൂ കണ്ടോ? ഡാർക്ക്, അത് ഭയങ്കര ഡാർക്കായിട്ട് എനിക്ക് തോന്നും. അദ്ദേഹം അയൺകോളം കണ്ടോ അവിടെ ഫ്രണ്ട്? അവനെ പിടിച്ച് താഴെ ഇറക്കി പറ്റും നമുക്ക്. അവനെ എങ്ങനെയെങ്കിലും താഴെ കളഞ്ഞു പറ്റും നമുക്ക്. ഇല്ലെങ്കിൽ അത് ശരിയാകത്തില്ല. കാരണം നമ്മുടെ ഈ വില്ലേജ് ഏകദേശം നശിക്കാറായി. നമുക്ക് അയൺ ബ്ലോക്ക് ഉണ്ടാക്കണം. അയൺ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് അയൺകോളത്തിനെ സ്പോൺ ചെയ്യാം. നിങ്ങൾക്കറിയാം, നിങ്ങൾ എൻ്റെ ഷോർട്സ് എടുത്തൊക്കെ അറിയാം. നമ്മൾ ആ ടൈമിൽ നമ്മളതിൻ്റെ അറ്റത്തൂരിയാണ് കയറി വന്നത്. അപ്പോൾ ആ ടൈമിൽ ഞാനൊരു ഇതിട്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെ അയൺകോളത്തിനെ
അതായത് ഇത് ചെയ്യണം. എന്താണ് പേര്? എൻ്റെ പേരെന്തേ, സ്പോൺ ചെയ്യുന്നു. അത് സ്പോൺ ചെയ്യുന്നില്ല, ഉണ്ടാക്കാണ്. അതായത് നമുക്ക് കുറച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ വിതർ സ്കെൽട്ടൺ ഉണ്ടാകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതേപോലെ തന്നെ സ്കെൽട്ടൺ വരെ പംകിൻ വെച്ചാൽ മതി. അത്രേ ഉള്ളു വ്യത്യാസം. വെള്ളമുള്ള സ്ഥലത്തോട്ട് ചാടാൻ നമുക്ക്. വെള്ളമായിരിക്കും ആടല്ല വെള്ളം ഊള. ഓക്കെ, നമ്മളുടെ കയ്യിൽ ഇച്ചിരി ബ്ലോക്ക്. നമ്മളുടെ ഫുഡ് ഹങ്കർ ലെവൽ ഭയങ്കര കൂടുതലാണ്. ഇപ്പം നമുക്ക് മാക്സിമം ഫുഡ് കണ്ടുപിടിക്കണം. താഴോട്ട് എന്താ വഴി ഇല്ല, അത് ഇത്രേ. അപ്പം നമുക്ക് കുറച്ച് ഫാമൊക്കെ തുടങ്ങി നമുക്ക് പിഗിനൊക്കെ ഫാമൊക്കെ തുടങ്ങണം. സംഭവം കിട്ടി. സോ എടാ, നമുക്ക് ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യണം. അതായത് നമുക്കിവിടെ കുറച്ച് ഷുഗർ കെയിൻ വളർത്താനൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഷുഗർ കെയിൻ അന്ന് വളർത്തിയതില്ലേ, അന്ന് ഇവിടെയൊക്കെ ആയിട്ട് നമ്മളതൊക്കെ സെറ്റാക്കി. പക്ഷേ ഇതൊക്കെ പുതിയ അപ്ഡേറ്റ് തന്നെയാണല്ലോ. മൈൻക്രാഫ്റ്റ് ട്രയൽ അതിൻ്റെ കൂടെ അപ്ഡേറ്റ് ആകുന്നുണ്ടെന്ന് തോന്നുന്നു. സോ നമുക്ക് മാക്സിമം ഫുഡ് കളക്ട് ചെയ്യണം. ഒത്തിരി പണിയുണ്ട് നമുക്കിവിടെ. നമുക്ക് അപ്പുറത്തോടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോവാം. നമുക്കൊരു ബോട്ട് ഉണ്ടാക്കണം. അതൊക്കെ ചെയ്യാം നമുക്ക്. മഡ സോംബി കാണും ഉറപ്പാണ്. നമ്മൾ വെച്ച ഷുഗർ കെയിൻ്റെ അവിടെ ഒന്ന് നിൽപ്പുണ്ട്. അതവിടെ നിൽക്കട്ടെ തൽക്കാലം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് പോവാം. കയറി. ചേച്ചി കൈ ഭയങ്കര പ്രശ്നമാണിത്. ഇങ്ങനെ വന്ന് അങ്ങനെ വന്ന് എങ്ങനായാലും ഈ ഒരു കാട്ടിക്കൂടി നടക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ഭയമുണ്ട് കേട്ടോ. രാത്രി അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ പുതിയ മറ്റേക്കൊന്നും കിട്ടി. എന്തിൻ്റെ പേര്, അതായത് പുതിയ കളറിലുള്ള നെറ്റി. ഇത് ഭയങ്കര വലിയ കാടാണ്ട്. നമുക്കൊരു സീനാവുമോ? നമ്മൾ ഫുഡ് കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണ് ഇവിടെ. ഇവിടെ എത്ര ഫുഡുണ്ട്? 4 എണ്ണം. അല്ല 4 എണ്ണം ദിവസം. അപ്പം നമുക്ക് 4 ഫുഡ്, 4 ഇതുണ്ട്. നമ്മുടെ മട്ടൺ ഉണ്ട്. നമുക്ക് അടുത്ത മേലോട്ട് പോയി കാണാം. വെള്ളം കാണുന്നിടത്ത് പഴഞ്ഞങ്ങ് പോയാൽ മതി. അതാണ് സിമ്പിൾ. ഒരു പശു നിൽക്കുന്നു. അതൊക്കെ എല്ലാം ഞങ്ങൾ തട്ടാൻ വേസ്. എന്തുവാണത്? ഭയങ്കരമായിട്ടൊരു സൗണ്ടൊക്കെ. എൻ്റെ കുഞ്ഞേ, ഇതിനകത്തൊക്കെ വീണിഞ്ഞ് നമ്മൾ ഓൾറെഡി നമ്മുടെ ലൈഫ് കുറവാണ്. നമ്മുടെ ലൈഫ് വളരെ കുറവാണ്. നമുക്ക് കുറച്ച് ഫുഡ് തിന്നാം. ഇവിടെ എൻട്രമാൻ അമ്മച്ചി പേടിച്ചു പോയി. എൻട്രമാൻ സീന. എൻട്രമാൻ അടിച്ചാൽ നമ്മളവിടെ കിടക്കും. എൻട്രമാൻ ഉണ്ട് കേട്ടോ ഇവിടെ. പ്രസൻസ്, നല്ല പ്രസൻസ് ഉണ്ട്. അത് നമുക്ക് ആ ഒരു ഇത് കേട്ടാൽ മനസ്സിലാവും. സൗണ്ട് കേട്ടാൽ മനസ്സിലാവും. ചിന്തറായത് അവിടെ ഇവിടെ ഒരു കിഡിലെ സ്പോട്ടാണെന്ന് പറഞ്ഞതേ ഉള്ളു. 2 സോംബി, ഒരു ക്രീപ്പർ. എടാ തീർന്നു. എടാ ചാടി ചത്താച്ചടാ. എനിക്കെന്തോ പറയണമെന്ന് അറിയത്തില്ല. നമ്മളൊരുമാതിരി പൊട്ടത്തരം കാണിച്ചിട്ട് നമ്മളവിടെ നിന്ന് എത്തട്ടെ കഴിച്ചു. അതായിരിക്കും നല്ലത്. തോന്നുന്നില്ലേ കുഞ്ഞു. അപ്പോൾ നമ്മൾ ഓടുവാണ്.
ഓടുവാണെന്ന് വെച്ചാൽ നമ്മുടെ ജീവനും കൊണ്ട് ഓടുവാണ്. ക്രീപ്പർ അമ്മച്ചൻ വരെ അല്ല, ആള് തന്നെ വന്നിട്ടുണ്ട്. നമ്മള് ജീവനും കൊണ്ട് ഓടുവാണ്. എൻഡർമാൻ വെള്ളത്തിലങ്ങ് എത്തിയില്ല, രക്ഷപ്പെട്ടിട്ടില്ല. ഇതിനകത്ത് കൊണ്ട് ആൾക്കാര്. വില്ലേജ് എത്തി. നല്ല ഷുഗർ കെയിൻ എന്ത് ചെയ്യും, അതുകൊണ്ട് നമ്മള് വില്ലേജിലെത്തി. അങ്ങനെ എന്റെ കൈ എങ്ങനെയാണ് അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനലി നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഏറ്റവും വലിയ കാര്യം അതാ, സമാധാനമായി എനിക്കങ്ങ്. എന്റെ പൊന്നു, എന്തെങ്കിലും എടുത്ത് കഴിക്കുന്നു. ക്യാരറ്റ് കിട്ടി നമുക്ക്. ചാറാകും. ഒരു മിനിറ്റ്, സാധനങ്ങളെല്ലാം എടുത്തിട്ടോ. തൊള്ളായിരുന്നു നമ്മളെ നിങ്ങളെ സോഡിങ് വന്ന് നമ്മള് മിക്കവാറും തന്നെ ചാവും ഗൈസ്. ഒന്നും കൂടി ചാവും നമ്മള്. നമുക്കൊരു ബെഡ് കൂടെ കൊണ്ടു നടന്നേ പറ്റൂ. എന്തോ എല്ലാം നമ്മളൊന്നും അടിക്കുന്നില്ലേ മോനെ. എന്റെ പൊന്ന് ഗൈസ്, നമ്മളിപ്പൊ ചാവും ഉറപ്പാ. അത്ര പെട്ടെന്നൊന്നും വരെ നമുക്ക് തോപ്പിക്കാൻ പറ്റത്തില്ല, ഉറപ്പാ. മട്ടൻ കുറവുണ്ട്, അതുകൊണ്ടൊന്നും രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു. വാ, അയ്യോ മൊത്തം അടിച്ച് പൊട്ടിച്ച്. എൻഡർമാൻ, പൊന്നെൻഡർമാനെ, എന്നെ കൊണ്ട് എനിക്ക് എങ്ങനെ ഇരിക്കുന്നു? കിടന്ന് ഉറങ്ങി. എവിടെ കൂടെ നമ്മളൊന്നും ചത്തത്? ആറായത് 6. നാശം പിടിക്കാനായിട്ട് എന്തുവായത് ഇവിടെ? മൈൻക്രാഫ്റ്റ് നമ്മൾ ഓരോ ദിവസം കളിക്കും. ഇന്നലെ നമ്മൾ ക്രീപ്പർ കൊണ്ട് ഒരു പ്രാവശ്യം ചത്തു. ഇന്ന് 3ാമത്തെ പ്രാവശ്യം നമ്മൾ ചാവുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 3ാമത്തെ പ്രാവശ്യം. എൻഡർമാനെ, നീ എന്നെ കുറേട്ടങ്ങ് ആക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്തോ പറഞ്ഞത്, എൻഡർമാൻ കിടന്ന് കൂന്ന് കൂകൊണ്ടിരിക്കും. വെച്ചറിനകത്ത് അന്നുണ്ടല്ലേ ഞാൻ ചത്തു, ഉറപ്പാ. അതിനൊരു സംശയമൊന്നുമില്ല, ഉറപ്പാ ഞാൻ ചത്തു. നമുക്കിത് നമ്മളുടെ സ്ഥിരം സ്ഥലം.
താല്പര്യമില്ല, ഞാൻ പോട്ടെ. എൻഡർമാനെ ഞാൻ കണ്ണു നോക്കിയാൽ നീ എന്നെ കൊല്ലുമെന്ന് എനിക്കറിയാം. ഞാൻ പൊട്ടനൊന്നുമല്ല. ഇവനെ കൊണ്ട് വലിയ ശല്യമാണ് കേട്ടോ എൻഡർമാൻ. നമുക്ക് തട്ടിയാലോ ദിവസേനെ ആശം പിടിക്കാനായിട്ട് കുറെ എണ്ണം. ചട്ടക്കൂട്ടി വന്ന് ഇറങ്ങും. വല്ലാത്ത ഇത്രേ ഒന്നുള്ള നിന്നെയൊക്കെ എന്റെ പൊന്നേ. ഇത്രയും നമ്മൾ കിടന്ന് പണി വിട്ട് ഇവിടെ ഇങ്ങനെ എത്തി കേട്ടോ. നമ്മളിങ്ങനെ എത്തി എന്ത് കഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്കറിയാവോ? എന്റെ പൊന്നെ, ഞാനിവിടെ കിടന്ന് ചാവുമായിരുന്നു. നമുക്കേ ഇങ്ങോട്ടുണ്ട്, നമ്മുടെ ഇങ്ങോട്ടുണ്ടെങ്കിൽ ഷിയർ ഒന്നും വേണ്ട, നമുക്കൊരു കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കണം നമുക്ക്. പക്ഷെ നമ്മളെ സാധനമില്ല. നമുക്കേ ഇതിങ്ങി വന്നു, ശ്രദ്ധിച്ചില്ല. ഓക്കെ, അപ്പൊ നമുക്കൊരു ബെഡ് എടുത്ത് ഇവിടെ ആദ്യം രക്ഷപ്പെട്ടു. എപ്പോഴെങ്കിലും പോയി കിടന്നു നീയൊക്കെ. വല്ലാത്ത പ്രശ്നമൊന്നും ചോദിച്ചവന്മാരല്ല, എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല ഇവന്മാരെന്ന്. ഇവന്മാരൊക്കെ ഒരു ദിവസം നമ്മൾ പണി തിരിച്ച് കൊടുക്കും. അത് എന്നാന്ന് മാത്രം എന്നോട് ചോദിക്കരുത് നിങ്ങൾ. കാരണം ഇന്ന് ഉറപ്പൊന്നുമില്ല. ഇന്ന് 3 പ്രാവശ്യം ചാവത്തുള്ളൂ. കാരണം ഈ ഒരു ടൈമിൽ കഴിഞ്ഞിട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റുമോ എനിക്കറിയത്തില്ല. നമുക്കേ ഒരു ബോ ഉണ്ടാക്കണം. അന്നേരം മണ്ടയ്ക്ക് നെല്ലാണ്, അതിന് മണ്ട വളർന്ന് കൊടുക്കണം. എനിക്ക് വല്ലാത്ത ആഗ്രഹമാണെന്ന് എനിക്കറിയാം, വല്ലാത്ത കുഴപ്പമാണെന്ന് എനിക്കറിയാം. പക്ഷെ തൽക്കാലം നമുക്കത് ചെയ്തേ പറ്റും. നമ്മളുടെ ഇഷ്ടം പോലെ സ്റ്റോൺ ഉണ്ട്, 28 സ്റ്റോൺ ഉണ്ട് നമ്മളുടെ. ഒരു പ്രശ്നവുമില്ല, കണക്കിനിട്ട് കൊടുക്കണം. കുറേണ്ണം നമ്മൾ കൊടുത്തിരിക്കും. നമുക്കതിന് കുറേ ഫുഡ് ഉണ്ടാക്കണം നമുക്ക് ഇപ്പം തന്നെ. നമ്മളിതെല്ലാം ഒന്ന് മൈൻ ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മൾ 2 ട്രീ ആണ് തെരഞ്ഞേക്കുന്നത്. 13 ഇതും കിട്ടിയിട്ടുണ്ട്. അതെന്താ ആപ്പിൾ? കൊള്ളാം. താങ്ക് യു. നമുക്ക് മൈൻക്രാഫ്റ്റ് സെർവർ തന്നെ തന്നെയാണെന്ന് തോന്നുന്നു. സ്റ്റോണിനെടുത്ത് വൈകിട്ട് കളയല്ലേ, എനിക്ക് ആവശ്യമുണ്ടല്ലോ സ്റ്റോൺ പിക്കാൻ. നിന്നെ ഞാൻ കൊല്ലും. നോക്കോ, ഒരാപ്പിൾ. ഇത് എവിടുന്നാണോ ഇത്? ഗ്ലിച്ചായെന്ന് തോന്നുന്നു കേട്ടോ. ഗ്ലിച്ചായ ഞാൻ വിചാരിച്ചു പിന്നെയും നമുക്ക് ഇതൊക്കെ ഒന്നുകൊണ്ട് വെക്കണോ? വേണ്ട. അപ്പം നമുക്കേ തിരിച്ചു കയറി പോയിട്ട് അപ്പം നമ്മൾ എത്ര നൈറ്റ് ഇപ്പം, അതായത് ഇന്നൊരു നൈറ്റ് സർവൈവ് ചെയ്തു അല്ല, ടോട്ടലി നമ്മൾ എത്ര നൈറ്റ് സർവൈവ് ചെയ്തു അല്ല, അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മളിപ്പം ചത്തിട്ടെണീക്കുന്ന വഴിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ. കുക്ക്ഡ് മട്ടൺ റെഡിയായി. സോ നമുക്ക് ഈ കോപ്പർ ഇങ്ങോട്ട് വെച്ച് ഞാൻ എന്തോ ഉണ്ടാക്കാനായി, ചുമ്മാ നമ്മളുടെ വന്നിരിക്കുന്നത്. സോ ഇനി നമുക്ക് എന്തായിരുന്നു ഉണ്ടാക്കേണ്ടത്? നമ്മളെ ഹേബേയിൽ വെച്ച് നമുക്ക് എന്താണെന്ന് ഉണ്ടാക്കണമായിരുന്നു. അപ്പം ഇതിനകത്തൊന്ന് അത് എനിക്കിനി ബണ്ണുണ്ടാക്കാം കേട്ടോ. നമുക്ക് തൽക്കാലം ഒരു സ്റ്റോൺ സോഡ് ഉണ്ടാക്കാം. എന്നിട്ട് കുറച്ച് എൻ്റെ പേര് ബൺ. സോ നമുക്ക് ബ്രെഡ് ഉണ്ടാക്കി
ഓക്കെ, ദെൻ നമുക്ക് ഇതും കുറച്ച് കൂടുതലൊന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക്, അതായത് ഉണ്ടാക്കുന്നതേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റിക്ക് അടിക്കണം മൊത്തം. 70-70ഓളം സ്റ്റിക്ക് ഉണ്ടാക്കാൻ പറ്റും, 60-50. അപ്പം ഇത്രയും സ്റ്റിക്ക് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും സ്റ്റിക്ക് വെച്ച് ഈ ബോട്ട് ഉണ്ടാക്കാൻ, ഓക്കെ ബോട്ട് നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം ഒരു പ്രാവശ്യം. നമുക്ക് എക്സ്ട്രാ ഒരു ഇതിന് വെച്ചേക്കുവാണ് ഇതെല്ലാം. പിന്നെ ഇത് ബ്രഷ് ചെയ്യാൻ പറ്റും. തൂക്കാൻ പറ്റും. നമ്മൾ തൂക്കുക, നമ്മളെ വീടൊക്കെ തൂക്കണം. നിങ്ങളെല്ലാവരും വീടൊക്കെ തൂത്ത് വൃത്തിയാക്കി വേണം. ഓക്കെ, സോ നമ്മളുടെ ഒരു ചെസ്റ്റ് ഉണ്ടാക്കണം. എന്തെങ്കിലും വേണ്ടേ? എടാ നമുക്കേ ഒരു ബോ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം? 2 ഇതും കൂടി മതി. ഇത് വെച്ചെന്തോ ഇതുണ്ടാക്കാൻ എന്തൊക്കെ വേണം? നമുക്ക് ഇന്ന് രാത്രിയിൽ സ്പൈഡറിനെയും കൂടി തീർക്കണം. നമുക്ക് മനസ്സിലായോ? നമ്മൾ സ്പൈഡറിനെയും കൂടി തീർത്തിട്ടേ നമ്മളിന്ന് ഉറങ്ങുന്നുള്ളൂ. എൻ്റെ പൊന്ന് ക്രീപ്പർ അപ്പച്ച, ഇഞ്ഞി വാ. ശിവടുവാടാ അത്. അവിടെ നിങ്ങൾ കണ്ടോ ഒരു ഇരുട്ടെണ്ണമെന്നും പറഞ്ഞ്? ഇങ്ങനെയും ചെയ്യാം. ഇവിടെ അങ്ങ് പൊട്ടിത്തെറി. ഞാനിവിടെ തക്കാൻ നോക്കടാ നീയൊക്കെ ഒന്ന്. ആ സ്ഥലം മൊത്തം നമ്മളുടെ ബ്രെഡെല്ലാം നമ്മൾ കാത്തിറക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വലുതായിട്ട് നമുക്കേ മറ്റേ സാധനം കിട്ടിയ എവിടെ നിന്നായിരുന്നു? അയൺ കിട്ടിയ സ്ഥലത്തോടെ നമുക്ക് ഒന്നും കൂടി പോകണം. സോ ഇത് ഭയങ്കര വലിയ സ്ഥലമാണ്, വലിയൊരു വില്ലേജ്. ഭയങ്കര വലുതാണ് കേട്ടോ. വില്ലേജ് ഭയങ്കര വലുതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് സാധനങ്ങൾ കിട്ടാനുള്ള എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബട്ട് നമുക്ക് ഇതൊന്നും, അതായത് നമ്മളുടെ റിസോഴ്സസിന് അത്രയ്ക്ക് കൂടുതലൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, എവിടെയാണ് നമുക്ക് കിട്ടിയത്? ഇവിടെ ഇങ്ങോട്ട് വെള്ളം ഒഴിക്കാൻ കൊള്ളണം. ഏറ്റവും നല്ല പരിപാടിയാണ്. ഓക്കെ, ഇങ്ങനെ മൈൻഡ് ചെയ്താണ് നമ്മൾ ഇങ്ങനെയൊക്കെ മൈൻഡ് ചെയ്ത് പോകുമ്പോഴാണ് അയൺ തട്ടാറുള്ളത്. സോ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇവിടെ നമുക്ക് കോബിൾ സ്റ്റോൺ എടുത്തിട്ട് ഇവിടെ നിന്നൊരു വരി അങ്ങ് ബ്ലോക്ക് ഇടാം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബെഡ് എടുത്തിട്ടില്ല, അപ്പം പണി വളരെയുണ്ട്. അപ്പം നമുക്ക് ഇത് രണ്ടും അങ്ങോട്ടൊന്ന് പൊട്ടിച്ചിട്ട് അപ്പുറത്തോട്ട് പോവാം. വഴിയായിട്ട് നമുക്ക് കോബിൾ സ്റ്റോൺ ആവശ്യമില്ല എന്നുണ്ട്, പക്ഷെ നമുക്കൊരു വീട് ബിൽഡ് ചെയ്യാൻ കേട്ടോ. ഇത് വെച്ച് കോബിൾ സ്റ്റോൺ വെച്ച് മാത്രമായിട്ട് ഞാൻ പറഞ്ഞില്ലേ രാത്രിയാ പറഞ്ഞ്. അതാണ് ഈ പോണമെന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. കാരണം എനിക്കൊരു പേടിയല്ല വേണ്ട ഈ കുന്തം, ഇത് ഭയങ്കര സീന. അത് അടാറ് സീനായത്. ഞാൻ കിട്ടിയ കാലത്തോടെ നീ നടക്കുന്നതാ. പോട്ടെ വണ്ടി നേരെ വിടാം, നേരെ തെങ്കാശിക്ക്. പോട്ടെ ഓക്കെ, നമ്മള് തെങ്കാശി എത്തി. ടാറ്റാ. ഒരുത്തരുന്നുള്ള പുറകില്ല, നമ്മൾ ഓടാൻ അത്രയ്ക്ക് കഴിവുള്ളവരാ. ഓക്കെ, അപ്പം നമ്മള് രക്ഷപ്പെട്ടുള്ള അത്രയും പവറാണ് നമ്മള്.
നമ്മളെത്തല്ല, നമ്മൾ സർവൈവ് ചെയ്യുമെന്ന് വെച്ചാൽ സർവൈവ് ചെയ്യും. പക്ഷെ ഇപ്രാവശ്യം ഒരു ഡൗട്ടാണ് അതിന്. നാശം പിടിക്കാനായിട്ട്. സോ ഗൈസ്, അപ്പം നമ്മൾ തൽക്കാലം സ്പൈഡറിനെ അടിക്കുന്നില്ല, അടിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചാവും. സോ ഗൈസ്, അപ്പം നമ്മൾ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. നമുക്ക് അടുത്ത എപ്പിസോഡ് നമുക്ക് എല്ലാവരും കാണാം. സോ ഗൈസ്, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഗൈസ്, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം ഗൈസ്, ബൈ ബൈ.